നോറയുടെ കരച്ചിൽ നാടകം പൊളിഞ്ഞു. ദ എൻഡ്. ഇനി നോറയ്ക്ക് കരച്ചിൽ വെച്ച് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ നിറകും തലയിലോട്ട് ഒരു അടിയാണ് കൊടുത്തിരിക്കുന്നത് സിജോ മാത്രമല്ല, ഇപ്പോൾ വീട്ടുകാർ ഫുള്ളും നോറയ്ക്ക് അഗെയിൻസ്റ്റ് ആയി. ഇന്നലെ നമ്മൾ എന്താണോ കണ്ടത് അതിൻ്റെ എക്സാക്റ്റ് സംഭവമായിരുന്നു ഒരു സെക്കൻഡ് വെർഷൻ പോലെ ഇന്നത്തെ ഡേയിൽ. ഇന്നലെ സിജോ എക്സിക്യൂട്ട് ചെയ്തു പ്ലാൻ എന്താണെന്നുള്ളത്. ഈ നോറ നടത്തിയ സംഭവം മോർണിംഗ് ടാസ്കിലൂടെ പറഞ്ഞു. അത് വീട്ടിനകത്ത് ഫുള്ളും ചർച്ചയായി. ഓരോരുത്തരും ഇരുന്ന് നോറ കയറ്റിയ വിഷത്തെക്കുറിച്ച് ചിന്തിച്ചു. അവസാനം എല്ലാവരും നോറ ഒരു വിഷമാണ്, ഏഷണിയാണ്, പരദൂഷണാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. നോറയുടെ ഡ്രാമ, ക്യാമറയിൽ നോക്കിയിട്ടുള്ള സ്ക്രീൻ സ്പേസ് പിടിക്കാനുള്ള കരച്ചിൽ, ഇത് മൊത്തം എല്ലാവരും കണ്ടുപിടിച്ച് പട എന്ന് പറഞ്ഞുകൊണ്ട് നോറയ്ക്ക് നേരെ എല്ലാവരുടെ വട്ടമായിട്ട് നിന്ന് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കുകയാണ്. പക്ഷേ എനിക്കിവിടെ ഇഷ്ടപ്പെട്ട സംഭവം, മെനിഞ്ഞാന്ന് വരെ കരഞ്ഞുകൊണ്ട് നിന്ന് നോറ കരയുന്നില്ല. കാരണം സത്യം പറഞ്ഞപ്പോൾ നോറയ്ക്ക് കരച്ചിൽ വരുന്നില്ല, നോറയ്ക്ക് കരയാൻ പറ്റുന്നില്ല. നോറ ഫുൾ ബ്ലാങ്ക്, ഒന്നും നോറയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനി നോറ കരഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആവുമെന്ന് വിചാരിച്ചിട്ടാണോ അതോ സ്ട്രോങ് ആയതാണോ ഒന്നും അറിയത്തില്ല. പക്ഷേ നോറയുടെ ഗെയിം ഇനി നോറയ്ക്ക് കരച്ചിൽ വെച്ച് ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബാത്റൂമിലെ ക്യാമറയിൽ നോക്കി അല്ലേടി നീ കരയുന്നത്. നീ കരയുന്നതൊക്കെ ഓക്കെ, ഒരാളുടെ ഇമോഷനാണ്. പക്ഷേ ക്യാമറ നോക്കി മാത്രം കരയുന്നതോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സിജോ. നോറ പൊളിഞ്ഞ് തകർന്ന് വട്ടപൂജ്യമായി. പക്ഷെ നോറ പിടിച്ചു നിൽക്കുന്നുണ്ട്, കരയുന്നില്ല. അത് നോറയെ സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മുന്നോട്ട് നോറ ഗെയിം മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് അവസാനം വരെ എത്താൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ദെൻ ഇന്ന് നടന്ന ടാസ്കിലുണ്ടായിരുന്ന ഒരു റൂൾ ബ്രേക്കിൻ്റെ ഭാഗമായിട്ടാണോ അഭിഷേകും നോറയും ഋഷിയും റസ്മിനും അടങ്ങുന്ന ടണൽ ടീം ജയിച്ചത്? സത്യം പറഞ്ഞാൽ ഒരു റൂൾ ബ്രേക്ക് നടന്നു, അവിടെ കള്ളം നടന്നു, ഒരു കള്ളത്തരം നടന്നു. പക്ഷേ ശരിക്കും ഇന്നത്തെ എപ്പിസോഡും ലൈവും കണ്ടവർക്കറിയാം അത് യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് അവർ ചെയ്തതല്ല. പെട്ടെന്ന് ഈ പറയുന്ന ബോംബ് പറക്കി എറിയുന്നതിനിടയിൽ സംഭവിച്ചതാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു സംഭവം അല്ലത്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല, പക്ഷേ ആ എപ്പിസോഡ് കാണുമ്പോൾ അറിയവർ എത്ര നാച്ചുറൽ ആയിട്ടാണ് ആ സംഭവം നടക്കുന്നതെന്നുള്ളത്. പിന്നീട് രതീഷും സിജോയും കൂടെ നിന്ന് വീട്ടുകാരിൽ സേഫ് ഗെയിം കളിക്കുന്ന, എസ്പെഷ്യലി നോറയെ പോലെയുള്ള ഇവരുടെ റിയൽ സ്വഭാവം പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരു പ്രാങ്ക് കളിച്ചു. അതിനകത്ത് നോറയുടെ പേര് സിജോ എടുത്ത് പറയുന്നുണ്ട്. നോറ വിഷവിത്താണ് ഈ വീട്ടിലെന്നെല്ലാം എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നോറയ്ക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തുനിന്ന് പണി, വലത്തുനിന്ന് പണി, മുൻപിൽ നിന്ന്, പിറകിൽ നിന്ന്, സൈഡിൽ നിന്ന്, താഴെ നിന്ന്, മേളിൽ നിന്ന് ഒക്കെ പണി വന്നുകൊണ്ടിരിക്കുന്നത് നോറയ്ക്കാണ്. മൊത്തം നോറ പൊളിഞ്ഞവിഞ്ഞിരിക്കുകയാണ്. ടണൽ ടീം ജയിച്ചിരിക്കുകയാണ്. നാളെ ഒരു ടാസ്ക് ഉണ്ട്, പ്രൊമോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ക്രിക്കറ്റ് ടാസ്ക് ആണ്. എനിക്ക് തോന്നുന്നു ആ ടാസ്കിൻ്റെ നാളത്തെ പ്രൊമോ വന്നതിനിടയിൽ കൂടെ അവർ കയ്യിൽ കയർ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നു. ബിഗ് ബോസ് 7 തമിഴിൽ ഈ സംഭവം ഉണ്ടായിരുന്നു. റൂള് ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ കയ്യിൽ കെട്ടുന്നത്. ഈ കയ്യിൽ കെട്ടുന്നത് അങ്ങനെയാണ്. കയ്യിൽ കെട്ടിയിട്ട് വീണ്ടും ഒരു റൂൾ ബ്രേക്ക് ആണെങ്കിൽ 2 പേരുടെ കയ്യിൽ കെട്ടുന്നത് 3 പേരുടെ കയ്യിലാവും. തമിഴിൽ ഭയങ്കര അടിയാണ് ഈ കൈ കെട്ടുന്നതിൻ്റെ പേരിൽ നടന്നത്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്തിരിയൊക്കെ തീപ്പരി പെർഫോമൻസ് എല്ലാവരും കാഴ്ചവെച്ചിട്ടുണ്ട്. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഡേ 52 മെയ് 1 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. രാവിലെ കിച്ചണിൽ ജിൻഡോ, ജാസ്മിൻ, ശ്രീരേഖ നിൽക്കുകയാണ്. ജിൻഡോ പറയാണ്, ചേച്ചി ചായ, ചോറ് പാത്രം ഇതൊന്നും നമുക്ക് കഴുകാനായിട്ട് പറ്റത്തില്ല, ബാക്കിയുള്ളവരോട് എടുത്ത് വെച്ചിരിക്കുന്ന സാധനമൊന്നും ഞാൻ കഴുകത്തില്ല. അപ്പോൾ ജാസ്മിനാണ്, ജിൻഡോ കാക്ക, എൻ്റെ പാത്രം കഴുകുന്ന ഞാനാണ്, നിങ്ങളല്ല, ഞാനാണ് ഇവിടുത്തെ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ ശ്രീരേഖ പറയുകയാണ്, ശ്രീരേഖ നോക്കുമ്പോൾ വെണ്ടയ്ക്ക അരിഞ്ഞതിൻ്റെ കുരുവെല്ലാം താഴെ കിടക്കുന്നു. അപ്പോൾ വെണ്ടയ്ക്ക ഇനി അരിയുമ്പോഴത്തേക്കും അരി തെറിക്കാതെ അതിനെ മുറിച്ചെടുക്കണം കേട്ടോ. ജാസ്മിനെ കൊച്ചു പിള്ളേർ അരിയും പോലെ ജാസ്മിനെ അരിഞ്ഞ് വെച്ചിരിക്കണം. കാരണം വെണ്ടയ്ക്ക അരിയുമ്പോൾ വെണ്ടയ്ക്കകത്തുള്ള ഒരു അരിയില്ല, അതെല്ലാം താഴെ വീണ് കിടക്കുകയാണ്. അപ്പം റസ്മിൻ അങ്ങോട്ട് വന്നിട്ട് പറയണം, എടി നീ ഇപ്പോൾ ജിൻഡോ ഇവിടെ പറഞ്ഞ സംഭവം, നീ ഇവിടെ അടുപ്പിൽ ആഹാരം വേവിച്ചിട്ട് അടപ്പെടുത്ത് ഇവിടെ ഈ ടേബിളിൻ്റെ പുറത്ത്, ഈ അടുക്കളയിലെ സ്ലാബ് ഉണ്ടല്ലോ, സ്ലാബിൻ്റെ പുറത്ത് നീ വെച്ചിട്ട് അവിടെ ആ വെക്കുന്ന സമയത്ത് അടപ്പിൻ്റെ 4 ഭാഗം അഴുക്ക് പറ്റത്തില്ലേ, എന്നിട്ട് നീ എടുത്ത് തിരിച്ചു വെക്കുമ്പോൾ അഴുക്കാവും എന്നാണ് പറഞ്ഞത്. പക്ഷേ നീ വിചാരിച്ചു ഇത് വൃത്തിയുള്ള സ്ലാബല്ലേ, അതുകൊണ്ടാണ് എടുത്ത് ഇവിടെ വെച്ചതെന്നാണ്. അപ്പോൾ ജാസ്മിൻ പറയാണ്, ഞാൻ അങ്ങനെയാണ് കരുതി വെച്ചത്, എന്നിട്ട് ഞാൻ അത് ജിൻഡോക്കാക്കാനെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്തു, എന്നിട്ട് പിന്നെ ജിൻഡോക്കാക്കത് എന്തോന്ന് വർത്താനമാണ് പറയുന്നത്. എന്നിട്ട് ജാസ്മിൻ കുറച്ചു നേരം ഇരുന്ന് മാറി എന്ന് പറയുന്നു. അല്ല, ഗബ്രി പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിക്കുന്നത്. കിച്ചണിൻ്റെ സ്ലാബിൽ അടപ്പെടുത്ത് വെച്ചിട്ട് ആ അടപ്പിൽ അഴുക്ക് പറ്റി തിരിച്ചെടുത്ത് അടച്ചപ്പോൾ ആ അഴുക്ക് പറ്റൂലേ എന്നാണ് ജിൻഡോ ചോദിച്ചത്. ഇതേ കിച്ചണിൻ്റെ സ്ലാബിലല്ലേ നമ്മൾ ചപ്പാത്തി പരത്തുന്നത് തന്നല്ലോ, അപ്പോൾ അതിനൊരു കുഴപ്പമില്ലേ? ഇതേ കിച്ചണിൻ്റെ സ്ലാബിലാണ് ഈ പറയുന്ന ജിൻഡോ കക്കൂസ് തൂക്കുന്ന ചൂലെടുത്തുകൊണ്ട് വെച്ചിരുന്നത്, അപ്പോൾ അതിനൊരു കുഴപ്പമില്ല. ഞാനൊരു അടപ്പെടുത്ത് വെച്ചതാണ് കുഴപ്പം. അവിടെ ജാസ്മിൻ സ്കോർ ചെയ്യുന്നൊരു സംഭവം. പിന്നീട് ടാസ്ക്കാണ് വരുന്നത്, രണഭൂമി ടാസ്ക്കാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്.
രണഭൂമി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 4 പേര് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ഇവരുടെ ഓരോ ടീം പോലെ ഇങ്ങനെ ചാക്ക് കെട്ടുകൾ അടുക്ക് പോലെ ഇങ്ങനെ ഓരോ ടീമിനും ഓരോ കോട്ട പോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദങ്ങളിൽ ഏർപ്പെടാം. എതിർ ടീമിലെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഇവർക്ക് ഓരോന്നും അഭിപ്രായം, നീ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നെല്ലാം ചോദിച്ച് പ്രൊവോക്ക് ചെയ്യാം. ഇവരുടെ കയ്യിൽ ഷീൽഡ് ഉണ്ട്. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ബിഗ് ബോസ് ഒരു ബസർ അടിക്കും. ആ ബസർ അടിക്കുന്ന സമയത്ത് ഇവർക്ക് ഇവരുടെ കയ്യിലുള്ള കളർ ബോംബുകൾ അപ്പുറത്തെ എതിർ ടീമുകളിലേക്ക് എറിയാം. ടണൽ ടീമിന് പച്ച കളറാണ്, അവർക്ക് പച്ച കളർ ബോംബാണുള്ളത്. അപ്പോൾ ഇവരുടെ പച്ച അങ്ങോട്ട് എറിയാം, ഡെനിൻ്റെ മഞ്ഞ തിരിച്ചറിയാം, എങ്ങോട്ട് വേണമെങ്കിലും എറിയാം. അപ്പോൾ ഇതിനകത്ത് ഇവർ നിൽക്കുന്ന ആ ഒരു ബറാക്ക് കെട്ടിടത്തിനകത്ത് അവർ നിൽക്കുന്ന ആ കെട്ടിനകത്ത് വന്ന് ഈ ബോംബ് വീണ് കഴിഞ്ഞാൽ ബസർ ടു ബസറാണ്. ബസർ എൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കളർ ബോംബ് ആരുടെ കോട്ടയിലാണോ വീണിരിക്കുന്നത് ആ ടീം ഔട്ടാവും. പിന്നെ അടുത്ത റൗണ്ട് അങ്ങനെ ഔട്ടായാണ് ഫൈനൽ വിന്നറാവുന്നത്. ഇതാണ് ടാസ്ക് നടക്കുന്നു. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നന്ദന പ്രൊവോക്ക് ചെയ്യാണ് ജിൻഡോയുടെ ടീമിനെ. ജിൻഡോ സാർ പേടിയാണോ ജിൻഡോ സാർ? അപ്പോൾ ശ്രീദേവ് പറയാണ്, രാവിലെ മുതൽ ഫ്രസ്ട്രേഷൻ ആണല്ലോ ജിൻഡോ, തീർക്കാൻ നേരം ആയോ? അപ്പം നന്ദന പറയുന്നു, അൻസിബ ഉണർന്ന് പ്രവർത്തിക്കൂ, ശ്രീതു ഇങ്ങനെ നിന്നാൽ പോരാ, എല്ലാവരും പ്രൊവോക്ക് ചെയ്യാണ്. പക്ഷേ ജാസ്മിനും ശ്രീതു ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. പറഞ്ഞോട്ടെ, എന്ത് വേണം പറഞ്ഞോട്ടെ, നമ്മൾ മൈൻഡ് ആവൂല, നമ്മൾ പ്രൊവോക്ക് ആവില്ല, ഒന്നും ആവൂല. അപ്പോൾ ജിൻഡോ, നട്ടലില്ലാത്ത സായിയോടാണോ നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്? നിവർന്ന് നിൽക്കാൻ പറയൂ, പാതി നട്ടലല്ലേ അത്, പാതി നട്ടല്ലേ? ജിൻഡോ തിരിച്ച് പറയുന്നു. അപ്പം ജാസ്മിൻ മിണ്ടാതിരി. അപ്പം നന്ദന, നാണമുണ്ടോടോ തനിക്ക് നാണമുണ്ടോ? അപ്പോൾ സായി, നന്ദന വേണ്ട ടാസ്ക്കാണ്, മിണ്ടാതിരി. കാരണം എപ്പോഴാണ് ബിഗ് ബോസ് മറ്റേ ബസർ അടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ബസർ അടിച്ചു കഴിഞ്ഞാൽ കളർ ബോംബ് വാരി അറിയണം, അല്ലാത്ത സമയത്ത് വാരി അറിയാൻ പറ്റത്തില്ല. അടുത്ത് അപ്പുറത്തെ ടീമായിട്ടുള്ള യുദ്ധം നടക്കും. ഇത് നമ്മുടെ ഡെന്നും പവർ റൂമായിട്ടുള്ള യുദ്ധമാണ്. അടുത്ത് നമ്മുടെ എന്താ പറയുക, നെസ്റ്റും ടണലും കൂടെ അപ്പുറത്തുള്ള യുദ്ധം നടക്കാനുണ്ട്. നോറ പറയാണ്, രതീഷ് തീരുമാനിച്ചതുപോലെയാണ് ഇവിടെ യുദ്ധം ചെയ്യേണ്ടത്. അപ്പോൾ ഗബ്രി, രതീഷ് തീരുമാനിക്കുന്ന പോലെയാണോ നോറ ഇവിടെ കളിക്കുന്നത്? അപ്പോൾ സിജോ പറയാണ്, നെസ്റ്റിനെ പേടിയാണ് നിങ്ങൾക്ക് പേടി. അപ്പം ഋഷി പറയാണ്, നിങ്ങൾ തോറ്റ വിഷയമാണ്, പല കാര്യങ്ങളും നിങ്ങൾ തോറ്റ വിഷയമാണ്. അപ്പോൾ നോറ, ബിഗ് ബോസ് പറഞ്ഞ സമയത്ത് മിണ്ടാതിരിക്കാൻ പോലും സമ്മതിക്കാത്ത, മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത നിങ്ങൾക്ക് എന്ത് മാന്യതയാണുള്ളത്? നിങ്ങൾ അതാണോ പുറത്ത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? ചതി, വഞ്ചന, അർജുൻ്റെ ബാക്ക് സ്റ്റാബ്, ഇതെല്ലാം ഉണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പോൾ സിജോ പറയാണ്, വിലയില്ലാത്ത നോറ പറയുന്നത് എനിക്ക് പുച്ഛമാണ്. നോറയ്ക്ക് ഒരു വിലയില്ല, എനിക്ക് പുച്ഛം മാത്രം. അപ്പോൾ അർജുൻ പറയാണ്, ആരാടി വളച്ചൊടിച്ചത്, ആരാടി പിന്നിൽ നിന്ന് കുത്തുന്നത്? എല്ലാം നാട്ടുകാർ കണ്ടിട്ടുണ്ട് മോളെ, അപ്പുറത്ത് പോയി കണ്ടു. അപ്പുറത്ത് പോയി പറയുന്നതും ഇപ്പുറത്ത് പോയി കരക്കമ്പി പറയുന്നതൊക്കെ നാട്ടുകാർ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ സിജോ പറയാണ്, എടി ക്യാമറ നോക്കി കരയുന്നതല്ലേ എടി നിൻ്റെ ട്രിക്ക്. അപ്പം നോറ, കണ്ടിട്ടുണ്ടോ ഞാൻ ഏതെങ്കിലും ക്യാമറ നോക്കി കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ പൊന്നേ, ഇതുവരെയുള്ള 50 എപ്പിസോഡ് ഉണ്ടെങ്കിൽ 45 എണ്ണത്തിൽ നോറ നോക്കി കരഞ്ഞിട്ടുണ്ട്. അപ്പം സിജോ പറയാണ്, എത്ര തവണ കണ്ടിട്ടുണ്ട്, എത്ര തവണ? എത്തിക്സ് ഇല്ലാതെ കളിക്കുന്ന ആളല്ലേ നിങ്ങൾ? നോറ ചോദിക്കുകയാണ്. എന്നിട്ട് നോറ പറഞ്ഞത്, ജനങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് നോറ ഇവിടെ നിൽക്കുന്നത്, എനിക്ക് ആരെയും പേടിയില്ല, ബിഗ് ബോസ് എന്നെ കാണുന്നുണ്ട്, ജനങ്ങൾ എന്നെ കാണുന്നുണ്ട്. അപ്പോൾ സിജോ പറയാണ്, നോറ, ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ നീ എന്തിനാണ് എൻ്റെ കാല് പിടിക്കാമെന്ന് മാപ്പ് പറയാൻ വന്നത്? കാല് പിടിക്കാനോ? ഞാനെന്തിനും നിൻ്റെ നിന്ന് ഞാൻ കാല് പിടിച്ചോ? നീ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു വന്നതുകൊണ്ട് തന്നെയാണ് നീ കാല് പിടിക്കാൻ വന്നത്. ഇങ്ങനൊരു സീൻ ഉണ്ടായിട്ടുണ്ട്. കാല് പിടിക്കാൻ വന്നതല്ല, നോറ സിജോയും വിളിച്ച് മാറ്റി നിർത്തിക്കൊണ്ടുപോയി സംസാരിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ. സിജോ വന്ന ഡേയിൽ തന്നെ ആ സംഭവം സിജോ എടുത്ത് ഇടുവാണ്. കാരണം വന്നുകൊണ്ട് സിജോ ഒരു കുത്തുന്നുണ്ടല്ലോ. ഞാൻ അവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് നന്മ വരമെന്ന് പലരും പറഞ്ഞു, എൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു എന്ന് പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. അതിന് ശേഷമുള്ള സീനിലാണ് നോറ സിജോയെ വിളിച്ചാണ് മാപ്പ് പറയാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ സിജോ പറയാണ്, എടി നീ എൻ്റെ അടുത്ത് അങ്ങനെ എല്ലാം ചെയ്തതിന് പകരം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിജോ 2ാമത്തെ തവണ അവിടെ വന്നിരിക്കുന്നത്. അത് നോറ കാരണമാണ് ഈ അവസ്ഥയിൽ സിജോ ആയത്. കാരണം നോറയുടെ ഏഷണിയും പരദൂഷണവും ഈ പറയുന്ന കണക്ക് റോക്കിയുടെ മണ്ട കയറ്റി കൊടുത്തിട്ടാണ് റോക്കി സിജോയുടെ മണ്ടയിലോട്ട് വന്ന് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് നിന്നോട് പകരം ചോദിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നീയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പല്ലേ നിനക്കറിയാമെന്നുള്ളത്. അങ്ങനെ ഫസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എറി നടക്കുമ്പോൾ ടണൽ ടീമിനകത്ത് ഒന്നും വന്ന് വീണിട്ടില്ല, ആരും ഒന്നും എറിഞ്ഞിട്ടില്ല. പവർ റൂമിനകത്ത് 2 മഞ്ഞ ബോൾ കിടക്കുന്നു. നെക്സ്റ്റ് ടീമിനകത്ത് ഒന്നുമില്ല, ഡെൻ ടീമിനകത്തും ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഈ ടാസ്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഡെന്ന് ടീമിലെ ശ്രീതു ടണൽ റൂമിലേക്ക് അവരുടെ മഞ്ഞ ബോൾ എറിയുന്നുണ്ട്. ഈ മഞ്ഞ ബോൾ താഴെ വീഴുന്നത് ഇവരാരും കാണുന്നില്ല, ഈ താഴെ വീഴുന്നത് ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അഭിഷേക് എന്ത് ചെയ്യുന്നു? അഭിഷേക് അറിയാതെ അവരുടെ ഒരു ബക്കറ്റ് നിറച്ചാണ് അവരുടെ ബോൾ വെച്ചിരിക്കുന്നത്. അഭിഷേക് അറിയാതെ ഈ പറയുന്ന അവരുടെ മഞ്ഞ ബോൾ എടുത്ത് അപ്പുറത്തെ നെക്സ്റ്റ് ടീമിൽ എറിയുവാണ്. ഈ മഞ്ഞ ബോൾ വന്ന് ഗബ്രിയുടെ കണ്ണിൽ വന്ന് കൊള്ളുന്നുണ്ട്. ഇവിടെ മൊത്തം മഞ്ഞയായി ഇരിക്കുന്നുണ്ട്, പക്ഷേ ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം
രതീഷ് വന്ന് നോക്കുമ്പോഴത്തേക്കും 4 പേരും ടാസ്ക് ആയതുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ രതീഷ് വന്ന് നോക്കുമ്പോഴത്തേക്കും ടണൽ ടീമിൻ്റെ ഇതിനകത്ത് ഒന്നും തന്നെ ഇല്ല. കാരണം ടണലിന് ഓൾറെഡി എറിഞ്ഞ സാധനം അവരെടുത്ത് തിരിച്ചറിഞ്ഞു. പവർ റൂമിന് 2 മഞ്ഞയുണ്ട്, പക്ഷെ അവർ 3-4 എറിയുന്നുണ്ട്. നെസ്റ്റിനകത്ത് ഒന്നുമില്ല, ഡെന്നിനകത്ത് ഒന്നുമില്ല. അങ്ങനെയാണ് അവർ നോക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ പവർ ടീം ഔട്ടാവുകയാണ്. അപ്പോഴാണ് ഗബ്രി കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ എങ്ങനെ എൻ്റെ മുഖത്ത് എങ്ങനെ മഞ്ഞയായി, എൻ്റെ ദേഹത്ത് നമ്മുടെ ടീമിലേക്ക് ഈ പറയുന്ന പവർ ലൈറ്റ് കളർ ബോംബ് എറിഞ്ഞിട്ടുള്ളത് ടണൽ ടീം മാത്രമാണ്. ടണലിന് ഉള്ളത് ചുമന്ന കളർ ബോംബാണ്. എൻ്റെ മുഖത്ത് ഇരിക്കുന്ന മഞ്ഞ എവിടെ നിന്ന് വന്നത്? അവൻ എറിഞ്ഞതാണ്, അവിടെ നിന്ന് എറിഞ്ഞതാണ്. മഞ്ഞപ്പൊടി എങ്ങനെ ഇവിടെ വന്നു? ഇത് അവരെറിഞ്ഞതാണ്. അവർ ഡെൻ ടീം എടുത്തെറിഞ്ഞ മഞ്ഞ ബോൾ അവരെ എടുത്തെറിഞ്ഞ സാധനം എടുത്ത് അവരെന്നെ വീണ്ടും എറിഞ്ഞു. റൂള് തെറ്റിച്ച് കളിച്ചു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ആക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീത് പറയണേ ഞാൻ എടുത്ത് എറിഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തു? പറഞ്ഞേ നമുക്കറിഞ്ഞൂടെ, നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. ജാസ്മിനും ഗബ്രിയും കൂടെ അതിന് ശേഷം പിന്നീട് നല്ലൊരു വഴക്കാവാണ്. അങ്ങോട്ട് എറിഞ്ഞു ഇങ്ങോട്ട് എറിഞ്ഞു എന്നെല്ലാം പറയുന്നതിൻ്റെ പേരിൽ. അടുത്ത് ഗബ്രിയും രതീഷും കൂടി. ഗബ്രി പറയാണ് മറ്റുള്ളവരുടെ ബോൾ എടുത്ത് എറിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ചെയ്യണം രതീഷ് ഏട്ടാ. അപ്പോൾ ജാസ്മിൻ കൂടെ നിന്ന് നിന്നെപ്പോലെ കുതുകാല് വെട്ടുന്ന സ്വഭാവം നീ എന്തിനാണ് ഗബ്രി എങ്ങനെ കാണിച്ചത്? നീ എന്തിനാണ് കാണിച്ചത്? ടാസ്ക് നടക്കുന്ന സമയത്താണ്. അപ്പോൾ ജാസ്മിൻ പിന്നീട് ഗബ്രി പോയിരിക്കുമ്പം ഗബ്രി അടുത്ത് വന്നിരിക്കുന്നു. പൊയ്ക്കോ, നീ എൻ്റെ അടുത്ത് നിന്ന് പോ, എനിക്ക് നല്ല ദേഷ്യം കറിക്കാം, ഞാൻ വല്ല ചീത്ത വിളിച്ചാൽ പറയും. ജാസ്മിൻ ഗബ്രി പോ, ജാസ്മിൻ പോ. കുറച്ച് കഴിയുന്നു. ജാസ്മിൻ ശ്രീധുവിൻ്റെ അടുത്ത് പറയാണ് ജിൻഡോ പറഞ്ഞു ഞാനും നീയും നെക്സ്റ്റ് ടീമിന് സപ്പോർട്ടാണെന്ന്. ഞാൻ ഗബ്രിക്കും നീ അർജുനും സപ്പോർട്ടാണെന്ന് ഈ ജിൻഡോ പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ജിൻഡോ വന്നിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണം കേട്ടോ എന്ന് പെട്ടെന്ന് ജാസ്മിനെ പറയുമ്പോൾ ജാസ്മിൻ പറയാണ് കൂടെ നിന്ന് ഒരുമാടത്തെ മറ്റേടത്തെ പരിപാടി കാണിക്കരുത് കേട്ടല്ലോ. നമ്മൾ ഒരുമിച്ചാണെന്ന് അവർക്ക് ആർക്കും തോന്നരുത്. നമ്മൾ നാല് ദിശയിലാണെന്ന് തോന്നുമ്പോൾ നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. പക്ഷേ നമ്മുടെ ദിശ പലതായിരിക്കണം, ഒന്നായിരിക്കണം എന്ന് പറയണം. അപ്പോൾ ജിൻഡോ പറഞ്ഞു എനിക്കിത് തന്നെയാണ് നിൻ്റെ അടുത്ത് പറയാനുള്ളത്, കൂടെ നിന്നിട്ട് അപ്പുറത്തെ ടീമിനോട്ട് ചായരുത്. അടുത്ത് 2ാമത്തെ റൗണ്ട് വരുന്നു ടാസ്കിൽ. ജാസ്മിൻ ഗബ്രിയുടെ വഴക്കാണ്. ടാസ്കിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലാണ്. അതായത് നെസ്റ്റും ഈ പറയുന്ന ഡെന്നും കൂടിയാണ്. അപ്പം ശ്രീത് പറയണത് ഗബ്രി നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ പേഴ്സണലായിട്ട് പറയണം. ഈ ടാസ്കിൻ്റെ ബേസിസിൽ ജാസ്മിനെ പറയാൻ പറ്റത്തില്ല. പേഴ്സണലായിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ പേഴ്സണലായിട്ട് പറയണം. അപ്പം നോറ അടുത്ത് നെസ്റ്റിൻ്റെ അടുത്ത് പറയാണ് വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് അന്നേരം ഒന്ന് സോറി പറയുന്നത്. നാക്ക് കൊണ്ട് എന്തും പറയാൻ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുള്ള കാര്യം പലതവണ നെക്സ്റ്റ് ടീം തെളിയിച്ചിരിക്കുകയാണ്. അപ്സര പറയണം ആ ബോധ്യം നിനക്കാണടി ആദ്യം ഉണ്ടാവേണ്ടത്. നീയാണ് നാക്ക് കൊണ്ട് എന്തും പറയാമെന്നുള്ളത് ഈ വീട്ടിൽ തെളിയിച്ചിട്ടുള്ളൂ. അപ്സരയും പണിയുന്നു നോറയുടെ മണ്ടയ്ക്ക്. അങ്ങനെ ആ റൗണ്ടിൽ നെസ്റ്റിൻ്റെ ഒരു ബോംബ് നെസ്റ്റിൻ്റെ ഇതിനകത്ത് വീഴുന്നു. നെസ്റ്റ് ഔട്ടാവുന്നു. ടണലിനകത്തും ഡെന്നിനകത്തും ഒന്നും വീഴുന്നില്ല. അങ്ങനെ അവരാണ് ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ആവുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് റൗണ്ടിൽ യഥാർത്ഥത്തിൽ ഔട്ടാവാനുള്ളത് സെക്കൻഡ് റൗണ്ടിൽ ഈ പറയുന്ന ടണൽ ഔട്ട് ആവാനുള്ളതാണ്. കാരണം അല്ലല്ലോ പറയുന്ന പോലെ ഫസ്റ്റ് റൗണ്ടിൽ പക്ഷേ ഈ പറയുന്ന ടണലിൽ ഒരെണ്ണം വന്ന് വീണിട്ടുണ്ടല്ലോ, അവരുടെ മഞ്ഞ വന്ന് വീണിട്ടുള്ള ഒരു അൺഫെയർ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ടണലും ഡെന്നും കൂടി ലാസ്റ്റ് റൗണ്ടാണ്. ജാസ്മിൻ പറയാണ് നോറയ്ക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം വേണ്ടിയിട്ടാണ് നോറ നിലകൊള്ളുന്നത് ഈ വീട്ടിൽ. അപ്പുറത്തും ഇപ്പുറത്തും പോയി കൊതിയും നുണയും ഏഷണിയും പറയുന്നതാണ് നോറയുടെ സ്വഭാവം. ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നു നോറയ്ക്ക്. അപ്പോൾ നോറ ഓൾറെഡി കണ്ടതാണടി ഇവിടെ ആരാണ് പറയുന്നതെന്നുള്ളത്. അപ്പോൾ അടുത്ത് ജിൻഡോയുടെ ദേഹത്ത് ഒരെണ്ണം ഈ ടണൽ ടീമിൽ നിന്ന് എടുത്തെറിയുന്നുണ്ട്. ടണൽ ടീമും ഈ പറയുന്ന ഡെന്നും കൂടെയാണല്ലോ മത്സരം. ടണലിൻ്റെ അവിടെ നിന്ന് ഒരെണ്ണം എടുത്ത് എറിയുമ്പോഴത്തേക്ക് ജിൻഡോ നൈസായിട്ട് കാലുകൊണ്ട് തട്ടിയിടുന്നു, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരെണ്ണേ വീഴുന്നുള്ളൂ, ഇവിടെ 5 എണ്ണം വീഴുന്നു. ടണൽ ടീമിനകത്ത് ഒരെണ്ണേ വീഴുന്നുള്ളൂ, ഇതിനകത്ത് ഡെൻ ടീമിനകത്ത് 5 ബോൾ വീഴുവാണ്. അപ്പോഴത്തേക്കും ജിൻഡോ നൈസായിട്ട് തട്ടി ദൂരെ കളയുന്നു. അപ്പോൾ സായി കാണുന്നു, രതീഷ് ഇത് നോക്ക് തട്ടി കളയുന്നുണ്ടോ, രതീഷ് നോട്ട് ചെയ്യുന്നു. അങ്ങനെ ആ റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് ടണലിനകത്ത് ഒരെണ്ണം, ഡെന്നിനകത്ത് 6 എണ്ണം. അങ്ങനെ ഡെൻ ഔട്ടാവുന്നു. ടണൽ ഫൈനലി വിൻ ചെയ്യുന്നു. പക്ഷേ വേറൊരാളുടെ ബോൾ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്ക്വാളിഫൈ ആവാനുള്ളതാണ്. പക്ഷേ ഇതാരും കാണാത്തത് കൊണ്ടാണ് അതങ്ങ് തള്ളിപ്പോകുന്നത്. അങ്ങനെ ഈ റൗണ്ട് ഈ ടാസ്ക് 2 അവസാനിക്കുമ്പോൾ ടണലിന് 3 പോയിൻറ്റ്, ഡെന്നിന് 2 പോയിൻറ്റ്, നെസ്റ്റിന് 1 പോയിൻറ്റ്, പവർ ടീമിന് 0 പോയിൻറ്റ്. ടണലിന് ഇന്നലെയുള്ള പോയിൻറ്റും ഇന്നത്തെ പോയിൻറ്റും കൂടെ 6 ആയി. ഡെന്നിന് ഇന്നലെ എന്നും കൂടെ 2 തന്നെ, നെസ്റ്റിനും ഇന്നലെ എന്നും കൂടി 2, പവർ ടീമിന് ഇന്നലെ എന്നും കൂടി 2. ഇനി നാളത്തെ ടാസ്കും കൂടെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ആര് ക്യാപ്റ്റൻ ആവുന്നുള്ളത്. പക്ഷേ നാളെ മാക്സിമം ഓഫ് 3 പോയിൻറ്റ്സേ ഉള്ളുവെങ്കിൽ ഈ ഡെന്നും നെസ്റ്റും പവറും കൂടി അവർക്ക് ആർക്ക് 3 പോയിൻറ്റ് കിട്ടി കഴിഞ്ഞാലും 5 പോയിൻറ്റ് ആവത്തുള്ളൂ. ഓൾറെഡി ഇപ്പം തന്നെ ടണലിന് 6 പോയിൻറ്റ് ഉണ്ട് താനും അല്ലേ. അപ്പോൾ അതുകൊണ്ട് വിന്നർ നാളെ പറയുന്ന വിന്നർ ടണൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിന്നർ ആവാൻ ചാൻസ് ഉള്ള. ഇനിയിപ്പോൾ നാളെ ഒരു ക്രിക്കറ്റ് ടാസ്ക്കാണ് കൊടുക്കുന്നത്, അത് റണ്ണിൻ്റെ ബേസിസിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കളി മാറും. പിന്നീട് ഗബ്രിയും അപ്സരയും റസ്മിനും കൂടി ഇരിക്കുന്ന സമയത്ത് ഗബ്രി പറയാണ് ഞാൻ ടണൽ റൂമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഡെന്നിനെ കുറിച്ചിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അതിനകത്തുള്ള ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നീട് സായി പറയാണ് നാളെ എല്ലാവരും ഉറങ്ങുന്ന രാത്രി
നാളെ വില കൂടിയ ഇവിടെ ആരുടെയെങ്കിലും എന്തെങ്കിലും വില കൂടിയ ഒരു സാധനം മോഷ്ടിച്ച് നിങ്ങൾ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് പറയണം കേട്ടല്ലോ സിജോ അപ്സര. അതാണ് നിങ്ങൾക്ക് തരുന്ന സീക്രട്ട് ടാസ്ക്കാണ്. അപ്പോൾ ഇവർക്ക് സീക്രട്ട് ടാസ്ക് കൊടുക്കുമ്പോൾ ആരുടെയെങ്കിലും എന്തെങ്കിലും സാധനം മോഷ്ടിച്ചിട്ട് ആര് പറയരുത് നമ്മുടെ കയ്യിൽ കൊണ്ട് തരണം, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്. ശ്രീരേഖ രാത്രി 1 മണിക്ക് കുളിക്കാൻ കയറുന്നു, അർജുനും അപ്സരയും കൂടെ പോയി ശ്രീരേഖയുടെ ചെരുപ്പ് കുളിക്കാൻ ബാത്റൂമിൻ്റെ വെളിയിൽ ചെരുപ്പിട്ടിരുന്നു, അടിച്ചുകൊണ്ട് വന്ന് റൂമിനകത്ത് വെച്ചിട്ട് കയറി കിടന്നുറങ്ങുന്നു. ശ്രീരേഖയ്ക്ക് മനസ്സിലാവുന്നു വെളിയിൽ ഇറങ്ങുമ്പോൾ ചെരുപ്പ് അവരടിച്ചുകൊണ്ടോ. ശ്രീരേഖ നേരെ വന്ന് ക്യാമറ എടുത്ത് പറയാണ്, എൻ്റെ ചെരുപ്പ് എടുത്തുകൊണ്ട് പോയത് അവരാണെന്ന് എനിക്കറിയാം, ഞാനത് ചോദിക്കും എന്നവർ കരുതും, പക്ഷേ ഞാൻ ചോദിക്കത്തില്ല, അവരിങ്ങോട്ട് പറയുമോ എന്ന് ഞാൻ കണ്ടുപിടിക്കട്ടെ, നോക്കാമല്ലോ എന്നിങ്ങനെ പറയുന്നതാണ് മെയിൻ എപ്പിസോഡിലുള്ളത്. ദെൻ ബിഗ് ബോസ് പ്ലസ്സിലുള്ളത് സിജോയും രതീഷും കൂടി ഒരു ഡ്രാമ കളിക്കുന്നു. അതായത് രതീഷ് സിജോയുടെ അടുത്ത്, സിജോ നീ ഇവിടുത്തെ ടോപ്പ് 2-ൽ വരാൻ അർഹതപ്പെട്ട ആളാണ്, നിനക്ക് ടോപ്പ് 2-ൽ വരാൻ പറ്റും, അപ്പം ഇവിടുത്തെ സേഫ് ഗെയിമേഴ്സിനൊക്കെ പുറത്ത് കൊണ്ടുവരണം, എനിക്ക് കളിച്ച് ജയിക്കാൻ പറ്റത്തില്ല, എൻ്റെ മക്കളാണ് സത്യം, ഞാനിവിടെ ഗസ്റ്റായിട്ട് വന്നതാണ്, കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ പോലും എനിക്ക് കളിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിന്നെക്കൊണ്ട് ജയിക്കാൻ പറ്റത്തുള്ളൂ, അപ്പോൾ അതുകൊണ്ട് നീ നല്ലപോലെ കളിക്കണം, പലരുടെയും മുഖം വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ നീ തീപ്പൊരിയായിട്ടല്ലാടെ വന്നത്, നിന്നെ കൊണ്ട് ഇവിടെ വല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരോട് അടിയാവുന്നത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ സിജോ പറഞ്ഞിട്ട് എനിക്കറിയാം ഈ വീട്ടിലെ പിറകിയിരുന്ന് ചിരിക്കുന്നത് ഈ വീട്ടിലെ ഏറ്റവും വലിയ വിഷവിത്താണെന്ന് നോറയെക്കുറിച്ച്. നോറയ്ക്ക് ഒന്നും പറയാനില്ല. ഇതാണ് മെയിനായിട്ട് അതിനകത്ത് നടക്കുന്ന ഇൻസിഡൻറ്റ്. അപ്പോഴത്തേക്കും സായി എന്നിവരെ രണ്ടുപേരും പിടിച്ചു മാറ്റിയിട്ട് രതീഷ് അവിടെ ഇരി, സിജോ ഇവിടെ ഇരി, രണ്ടുപേരുടെ കസേരയിൽ ഇരുന്ന് പറഞ്ഞ് സംസാരിച്ച് തീർക്കുക, അല്ലാതെ ഇവിടെ പറ്റത്തില്ല, പവർ റൂമിൻ്റെ ഓർഡറാണ്. സായി ഇവിടെ സൂപ്പറായിട്ടത് മാനേജ് ചെയ്യുന്നു. രാത്രി ഇവർക്കൊരു ടാസ്ക് വരുന്നു, ഈ വീട്ടിൽ ഇന്ന് ഏറ്റവും വൈറലായ കണ്ടൻറ്റ് ആരായിരിക്കും, ഏറ്റവും പൊട്ടിപ്പോയ കണ്ടൻറ്റ് ആരായിരിക്കും, കണ്ടൻറ്റ് ഇറക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു. അവസാനം രതീഷും ഈ പറയുന്ന സിജോയും കൂടി നമ്മുടെ രാവിലെ നടത്തിയത് പ്രാങ്ക് ആണെന്ന് തുറന്നു പറയുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് നടന്ന സംഭവം. അഭിഷേകിൻ്റെയും നോറയുടെയും ടീം കള്ളത്തരം കാണിച്ചാണ് ജയിച്ചത്, പക്ഷേ അവർ പോലും അറിഞ്ഞില്ല. കാരണം അത് നാച്ചുറലായിട്ട് അഭിഷേക് ഇങ്ങനെ ബോൾ പറക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് അത് കിട്ടുന്നു, പറക്കി എറിയുന്നു, ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നോറയുടെ ഡ്രാമയും ഇന്നത്തെ എപ്പിസോഡിൽ പൊളിഞ്ഞിരിക്കുകയാണ്. ഇനി എന്ത് നടക്കും എന്നുള്ളത് നമുക്കിനി നെക്സ്റ്റ് ഡേ വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. നാളെ നോക്കാം നമുക്ക് ആര് ക്യാപ്റ്റൻ ആവുന്നുള്ളത്. ഞാൻ വിശ്വസിക്കുന്ന ടണൽ ടീമിൽ നിന്ന് തന്നെ ആയിരിക്കും. കാരണം അവർക്ക് ഇപ്പോൾ തന്നെ 6 പോയിൻ്റ് ഉണ്ടേ, മറ്റവർക്ക് ഇനി മാക്സിമം 3 പോയിന്റ് വീതം കിട്ടിക്കഴിഞ്ഞാൽ 5 പോയിന്റ് വീതം ആവത്തുള്ളൂ. ഇവർക്ക് നാളെ തോറ്റാൽ പോലും ഇവർക്ക് 6 പോയിന്റ് ഉണ്ട്, അവരുടെ അടുത്ത് എത്താൻ പറ്റത്തില്ല. ഇനി നാളെ ഈ പറയുമ്പോൾ ക്രിക്കറ്റ് ടാസ്ക് ആയതുകൊണ്ട് റണ്ണിൻ്റെ ബേസിസിലാണ് ടാസ്ക് കൊടുക്കുന്നതെങ്കിൽ കളി മാറും, അതേ നടക്കുള്ളൂ. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, നാളത്തെ പ്രൊമോഡ് വിശേഷങ്ങളായിട്ട് വരാം, ലൈവ് വിശേഷങ്ങളായിട്ട് വരാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, മസ്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.